ഫ്രണ്ട്സ്, എല്ലാവർക്കും സമാസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ലൊരു നാടൻ കറിയാണ്. മുരിങ്ങയില വെച്ചിട്ടുള്ളൊരു കറിയാണ്. മുരിങ്ങയില വെച്ച് നമ്മൾ ഒരുപാട് കറികൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുരിങ്ങയില ചാറ് കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മുരിങ്ങയില നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇതാ മുരിങ്ങയിലയെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ളൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1-2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1-2 പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1-2 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 2-3 ചെറിയുള്ളി നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഇലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിനി ഇതിലേക്ക് നേരത്തെ തന്നെ അരച്ചു വെച്ചിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് കറിക്ക് വേണ്ട ആ ഒരു ചാറ് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു ചാറ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു മുട്ട കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി തന്നെ ഒന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. മുട്ടയെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു മുട്ടയുടെ മിക്സ് ചെറുതായിട്ട് നമ്മുടെ ഈ ഒരു ചാറ് തിളച്ച് വരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു കറിയിലേക്ക് പോരാത്ത ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് മൊത്തത്തിൽ തിളച്ച് വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില മുട്ടച്ചാറ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു അരപ്പൊന്നും ഒട്ടും പൊട്ടിപ്പോകാത്ത വിധം അത് ഒരുപാടങ്ങ് തിളക്കാനായിട്ട് നോക്കി നിൽക്കരുത്. അതിനു മുമ്പ് തന്നെ ഇതൊന്ന് ഫ്ലെയിം ഓഫാക്കി ഒന്ന് മിക്സാക്കി എടുക്കണം. ആ ഒരു ചൂടിൽ ഈ ഒരു മുട്ട നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുരിങ്ങയില മുട്ടച്ചാറ് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാടൻ ഒഴിച്ചുകറിയാണിത്. നിങ്ങളിതുവരേക്കും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. പുതിയൊരു വീഡിയോ വിശേഷങ്ങൾ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത്. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.